ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഉണർവിൻ കാറ്റേ ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ ലോകത്തെ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ ലോകത്തെ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ നിഞ്ജനം നിന്നിൽ ആനന്ദിച്ചിടാൻ വീണ്ടും നിൻ ജീവനെ നൽകണമേ നിഞ്ജനം നിന്നിൽ ആനന്ദിച്ചിടാൻ വീണ്ടും നിൻ ജീവനെ നൽകണമേ ഉണർവിൻ കാറ്റേ ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ. ആയിരങ്ങൾ വൻ ശക്തിയോടിന്നുണർന്നിടണമേ നിൻവചനത്താൽ ആയിരങ്ങൾ വൻ ശക്തിയോടിന്നുണർന്നിടണമേ ഉണർവിൻ കാറ്റേ ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ. പുഷ്ടി ലഭിക്കാൻ സ്വർഗീയ കാറ്റേ നീ വീശണമേ അസ്ഥികളാക്കാൻ പുഷ്ടി ലഭിക്കാൻ സ്വർഗീയ കാറ്റേ നീ വീശണമേ ഉണർവിൻ കാറ്റേ ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ.
ജലമെങ്ങും ചെല്ലുമിടത്തിൽ പ്രാണികൾ ചലിക്കുമാറാകണമേ. ഈ ജലമെങ്ങും ചെല്ലുമിടത്തിൽ പ്രാണികൾ ചലിക്കുമാറാകണമേ. ഉണർവിൻ കാറ്റ് ഉണർവിൻ കാറ്റ് വീശുക ഈ സഭമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമാകാൻ വീണ്ടും നിരീക്ഷണമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമാകാൻ വീണ്ടും നിരീക്ഷണമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ തൻ്റെ അപ്പോസ്തലന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സർവജ്ഞാനിയായ ദൈവം, ആരെയും അന്തോമറിയുന്നവനായ കർത്താവായ യേശുക്രിസ്തു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് ജീവിക്കുന്ന മനുഷ്യൻ വിശ്വാസികളോ ശാന്തമായി നോക്കി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ ആദ്യ മനുഷ്യർ, അവർക്കുണ്ടായവരായ മക്കൾ, ആദ്യം കയീൻ ജനിച്ചു, രണ്ടാമത് ഹാബേൽ ജനിച്ചു. വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കാറുണ്ട്, ഓരോ ക്രിസ്ത്യാനിയും പ്രാർത്ഥിക്കാറുണ്ട്, ഏത് ഡിനോമിനേഷനാണെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പാപം ചെയ്യുന്ന അവസ്ഥയിൽ ഒരു വ്യക്തി എൻ്റെ പിതാവേ എന്ന് വിളിച്ചാൽ ആര് കേൾക്കും? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്ന നിത്യനായ പരിശുദ്ധനായ സർവജ്ഞാനിയായ സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം, നിൻ്റെ അകവും പുറവും അറിയുന്ന ദൈവം, അവൻ എൻ്റെ മകനാണ്. അഭിമാനത്തോടെ പറയുമോ പ്രിയപ്പെട്ടവർ? ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ കൃത്യമായി പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുമാർവിൽ ചാരി അവൻ്റെ ഉൾത്തുടിപ്പുകൾ ഗ്രഹിച്ചവനായ യോഹന്നാൻ അപ്പോസ്തലൻ കൃത്യമായി പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. ഇത്ര വ്യക്തമാണ്. അവൻ പാപം ചെയ്യാതെ ജീവിച്ചേക്കാമെന്നല്ല, അവനെ പാപം ചെയ്യാതെ ജീവിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ഞാനും നിങ്ങളും ഒന്ന് അഭിമാനിക്കുന്നവരാണ്. സ്നാനമേറ്റവരാണ്, മാമോദിസ മുങ്ങിയവരാണ്. മാമോദിസയുടെ റൂഷ്മ എൻ്റെ നെറ്റിമേലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ ശ്ലീബായയുടെ രക്ഷ ഞാൻ ഒരിക്കൽ അനുഭവിച്ചതാണ്, ഞാൻ ഒരിക്കൽ സമർപ്പിച്ചതാണ് എന്നെല്ലാം അഭിമാനിക്കുന്ന ദൈവവൈദ്യലി ശാന്തമായി വൈകിയ വഴിയിൽ കർത്താൻ രണ്ടാമത്തെ ഒരു വാസനമായിരിക്കുന്ന ഈ കാലത്ത് ഒന്ന് ചിന്തിക്കുമോ? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ഇത് കൃത്യമായ അറിവാണ്. അത് ഓരോ വിശ്വാസിയുടെയും കൃത്യമായ അറിവാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ അവൻ പാപം ചെയ്യുന്നില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനോ, ഞാൻ ദൈവത്തിൻ്റെ മകനോ മകളോ? വളരെ വ്യക്തമായി വചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. സ്തോത്രം. പാപം വരാതെ സൂക്ഷിക്കേണ്ടത്, കാക്കേണ്ടത് അവനവനാണ്, വേറെ ആരുമല്ല. വേറെ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യവുമില്ല. എനിക്ക് പാപം ചെയ്യരുതെന്ന് ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നതല്ല പോംവഴി. അത് വെറും ന്യായീകരണമാണ്, വെറും നീതീകരണമാണ്. അത് പാപത്തിൽ നിന്ന് ഒളിച്ചോടുവാനുള്ളൊരു മാർഗമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ദൈവവേദിൽ നിന്ന്
ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവവേദലിന് ഏത് സാഹചര്യത്തിലാണെങ്കിലും ദുഷ്ടനവനെ തൊടാൻ സാധ്യമല്ല. ശാന്തമായി ചിന്തിക്കണേ, ഞാൻ ദൈവ പൈതലോ, ഞാനൊരു വിശ്വാസിയോ? വളരെ വ്യക്തമായി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഉരകോലാണ് അപ്പോസ്തലനായ യോഹന്നാനോട് പറയുന്നത്. നമുക്ക് വീണ്ടും വായിക്കാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നത് ആരെയാണ്? രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തെയാണ്. സഭാമക്കൾ രക്ഷിക്കപ്പെട്ടവരാണ്. ചർച്ച് വിച്ച് ഈസ് കോൾഡ് ഔട്ട് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൽ നിന്ന് വിളിച്ച വേദനിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. സഹോദര സഹോദരി, ആ വിശുദ്ധ സഭയിലെ അംഗമാണോ നീ? വിശ്വാസിയാണോ? സാത്താനോ പാപത്തിനോ നിന്റെ മേലൊരു ഗ്രിപ്പില്ലാത്തവണ്ണം നീ സ്വതന്ത്രനാണോ? നീ ആ കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിലാണോ? നീ തിരുരക്തത്തിൻ്റെ മുദ്രയിലാണോ? വളരെ വ്യക്തമായി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണാം, ദൈവത്തിൻ്റെ സൃഷ്ടിയായ, ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യർക്കുണ്ടായ മക്കൾ കയീനും ഹാബേലും. രണ്ടുപേര്. ഒരു പ്രായമായപ്പോൾ ഒരാൾ കയീൻ കൃഷിക്കാരനായി, ഹാബേൽ ആട്ടിടയനായി. രണ്ടുപേരും രണ്ട് തൊഴിൽ സ്വീകരിച്ചു. എന്നാൽ അപ്പൻ ഉപദേശിച്ചു കൊടുത്തു, മക്കളെ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണമെങ്കിൽ വഴിപാടർപ്പിക്കണം. അത് ആദ്യം മുതലേ ഉണ്ടായിരുന്ന വ്യവസ്ഥയാണ്. രണ്ടുപേരും വഴിപാട് കൊണ്ടുവന്നു. കയീൻ തൻ്റെ കൃഷിഫലത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഹാബേൽ തൻ്റെ ആടുകളുടെ കടിഞ്ഞൂലുകളിൽ നിന്ന് വഴിപാട് കൊണ്ടുവന്നു. രണ്ടുപേരും കൊണ്ടുവന്നു. അവിടെയൊന്നും അല്ല കുഴപ്പം. അതിൽ കയീൻ അവിശ്വാസിയും ഹാബേൽ വിശ്വാസിയുമായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും വഴിപാടർപ്പിച്ചു. പക്ഷേ ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാരിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാരിച്ചില്ല. എന്തുകൊണ്ട്? ഹാബേൽ വിശ്വാസിയായിരുന്നു, കയീൻ അവിശ്വാസിയായിരുന്നു. ശാന്തമായി ചിന്തിക്കാം. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പിതാക്കന്മാർ പറയും 3 നേരം പ്രാർത്ഥിക്കണം, 7 നേരം പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മുടെ ചിന്ത കർത്താവെങ്കിലായിരിക്കണം, കർത്താവെങ്കിലേക്കായിരിക്കണം നോട്ടം. ഇതെല്ലാം നമുക്കറിയാം. നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഞാൻ വിശ്വാസിയോ അവിശ്വാസിയോ? കയീനും ഹാബേലും യാഗമർപ്പിച്ചു. രണ്ടുപേരും വഴിപാട് കൊണ്ടുവന്നു. ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാരിച്ചു, കയീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാരിച്ചില്ല. എങ്ങനെ തിരിച്ചറിഞ്ഞു? ദൈവം പ്രസാരിക്കുന്ന വഴിപാടാണെങ്കിൽ, ദൈവം പ്രസാരിക്കുന്ന യാഗമാണെങ്കിൽ അവിടെ തീ ഇറങ്ങും, സ്വർഗത്തിൽ തീ ഇറങ്ങും. അതാണ് ദൈവം പ്രസാരിച്ചോ ഇല്ലയോ എന്നറിയാനുള്ള മാർഗം. ഹാബേലിൻ്റെ വഴിപാടിൽ സ്വർഗത്തിൽ തീ ഇറങ്ങി. അതൊരു മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല, അത് ദൈവീകമാണ്. കയീൻ്റെ വഴിപാട്, കയീൻ്റെ കൃഷിയിൽ നിന്നൊക്കെയാണ് കൊണ്ടുവന്നത്. ഒക്കെ ശരിയാണ്, ഒക്കെ ശരി, ഒരു കുഴപ്പമില്ല, പതിരൊന്നുമല്ല. നല്ല ഒന്നാന്തരം വിത്ത് തന്നെയാണ് കൊണ്ട് വഴിപാടർപ്പിച്ചത്. അവിടെയല്ല തെറ്റ്. കയീൻ അവിശ്വാസിയായിരുന്നു. അവിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൻ്റെ ഹൃദയത്തിൽ ദുഷ്ടൻ കുടിയിരിക്കുകയായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദാമിനും ഭാര്യയ്ക്കും ഉണ്ടായ ആദ്യത്തെ കുഞ്ഞ് അവൻ സാത്താൻ്റെ സന്തതിയായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമാണ്. അവനും വിശ്വസിക്കാൻ പ്രയാസം, മറ്റവർക്കും വിശ്വസിക്കാൻ പ്രയാസം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. സ്നേഹവാനായ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരുന്നു. നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാറേ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? ദൈവമക്കളെ, അവിശ്വാസിയായ കയീൻ, ദൈവിക സംസർഗം നഷ്ടപ്പെടുത്തിയവനായ കയീൻ, ദുഷ്ടന് ഹൃദയത്തിൽ ഇടം കൊടുത്തവനായ കയീൻ, അവനുമായ ദൈവത്തിനുള്ള സംസർഗമില്ല. പക്ഷേ ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ദയവായി ദൈവമൊക്കെ ചിന്തിക്കുക. സ്നേഹവാനായ ദൈവം തൻ്റെ വചനം എല്ലാവർക്കും കൊടുക്കുന്നു. നല്ലവരുടെ മേലും നീതി കെട്ടവരുടെ മേലും താൻ മഴ പെയ്യിക്കുന്നു. ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത് എന്തിനാണ്? ഈ വചനം കേട്ടിട്ടെങ്കിലും അവന് മാനസാന്തരപ്പെടണം. അതിനാണ്.
ദൈവമായുള്ള സംസർഗം നഷ്ടപ്പെട്ടു പോയ കയ്യിന് ദൈവം അവനോട് സംസാരിക്കുന്നു. ദൈവം ഉപദേശങ്ങൾ കൊടുക്കുന്നു. കയ്യിനെ നീ കോപിക്കുന്നതെന്ത്, എൻ്റെ മുഖം വാടുന്നതുമെന്ത്? വളരെ വ്യക്തമായ ദൈവനോട് ചോദിച്ചു, നീ എന്തിനാണ് മുഖം വാടിയിരിക്കുന്നത്? നീ എന്തിനാണ് കോപിക്കുന്നത്? കോപിക്കുന്ന വിഹിതമല്ല, കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു. വേദോസിലെ വാക്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എൻ്റെ 7-ാം വാക്യം വായിക്കാം. 34:7. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. നിത്യനായ ദൈവം കൃത്യമായി കയ്യിന് മുന്നറിയിപ്പോൾ കൊടുത്തു. പാപം വാതിൽക്കൽ കിടക്കുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ പാപം പതുങ്ങിക്കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. കൃത്യമായ വചനം കൊടുത്തു ദൈവം. ഇതിലേ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്ന ഒരു പാമ്പുണ്ട്. പിശാച്, സാത്താൻ. അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവൻ പോകുന്ന നിത്യനരകത്തിൽ നിന്നെ കൊണ്ടുപോകണം. ദൈവത്തോട് കടുത്ത വൈരാഗ്യമുള്ള സാത്താന് ദൈവത്തോട് പ്രതികാരം ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് പ്രതികാരം ചെയ്യുന്നു. പാപം വാതിൽക്കൽ കാത്തു കെട്ടിക്കിടക്കുന്നു, പതുങ്ങിക്കിടക്കുന്നു. അവസരം വന്നാൽ അവനകത്ത് കിടക്കും, നീയോ അതിനെ കീഴടക്കണം. സഹോദരീ സഹോദരങ്ങളെ, ഞാനങ്ങ് പാപത്തിൽ വീണു പോവുകയാണ് എന്ന് പറയുന്ന അനേകം പേരുണ്ട്. എന്തുകൊണ്ട് പാപത്തിൽ വീഴുന്നു? നിനക്ക് അവിടെ ആഗ്രഹം കിടക്കുന്നു. ആ പാപത്തിന് നേരെ നിന്റെ ഹൃദയം തുറന്നിരിക്കുന്നു, നിനക്ക് കാണാൻ വയ്യ. പക്ഷെ പാമ്പിന് കാണാം, സാത്താന് കാണാം, ദൈവത്തിനും അറിയാം. ദൈവവും മനുഷ്യ ഹൃദയം കാണുന്നു. സാത്താനും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നവൻ അറിയുന്നുണ്ട്. പാപത്തിന് വേണ്ടി തുറന്നു കിടക്കുന്ന വാതിൽക്കൽ കൂടെ അവൻ അകത്ത് കിടക്കാം, ഒരു പെർമിഷനും വേണ്ട. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. അവൻ്റെ അവകാശമാണവൻ. അവൻ്റെ ഹൃദയം പാപത്തിന് വേണ്ടി തുറന്നിരുന്നാൽ പിശാചിൻ്റെ അവകാശമായി അവൻ്റെ ഹൃദയത്തിലേക്ക് പിശാചിന് കടക്കാം. സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പാപം വാതിൽക്കൽ കിടക്കുന്നു, എൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. വളരെ വ്യക്തമായ ദൈവവചനം കൊടുത്തു. നീ അതിനെ കീഴടക്കിയേ പറ്റൂ. വേറെ ആരും അതിനെ കീഴടക്കാനൊക്കെ ഇല്ല. നിനക്ക് കിടക്കാം. വേണമെങ്കിൽ നിനക്ക് പാപത്തെ കീഴടക്കാം. സർവ്വകൃപകളും ഞാൻ നിനക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 8-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാറേ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. സാക്ഷാൽ പാമ്പിൻ്റെ പ്രകൃതമോടെ കയ്യിൽ കാണാം. ദൈവം കൊടുത്ത എത്രയോ സതുപദേശം. അവൻ രക്ഷപ്പെടാനുള്ള മാർഗം കർത്താവ് പറഞ്ഞു കൊടുത്തു. അതിനുള്ള വഴികൾ കൃത്യമായി കർത്താവ് പറഞ്ഞു കൊടുത്തു. അവൻ അതിനെ വില വെച്ചതേയില്ല, ഹൃദയത്തിൽ അത് കടന്നു പോലുമില്ല. അവൻ്റെ ഹൃദയത്തിലെ ആ വാക്യം സ്പർശിച്ചില്ല, ദൈവത്തിൻ്റെ വചനം അവന് ചെന്നില്ല. അവൻ അതെല്ലാം കേട്ടിട്ടും സ്നേഹഭാവത്തോടെ, സാത്താൻ വെളിച്ചതൂനെ വേഷം ധരിക്കുന്നത് നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. സ്നേഹഭാവത്തോടെ സ്വന്തം സഹോദരനായ ഹാബേലിനോട് നമുക്ക് വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞ സ്നേഹം ഭാവിച്ച് കൂട്ടിക്കൊണ്ടുപോയി. വയലിൽ കൊണ്ടുപോയി. കൂടുതൽ ആരോഗ്യമുള്ള ജ്യേഷ്ഠനായ കയീൻ ഹാബേലിനോട് കയർത്തവനെ അടിച്ച് കൊന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസി തകർക്കപ്പെടുന്ന കാലം അവിശ്വാസി വിശ്വാസിയെ കൊന്നുകളഞ്ഞു. അനുഭാവബോധമില്ല. എല്ലാം കാണുന്നവർ ദൈവം ഇത് കാണുന്നു എന്നുള്ള ബോധ്യം പോലുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആത്മകണ്ണുകൾ അടഞ്ഞു കഴിഞ്ഞു. ദൈവവചനം അനുസരിക്കാതെ അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു, അന്ധനായി പോകുന്നു, സത്യം തിരിച്ചറിയാതെ പോകുന്നു, താൻ എന്ത് ചെയ്യുന്നു എന്നറിയുന്നില്ല. ഇത് കാണുന്നവർ ദൈവമുണ്ടോ എന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ പോകുന്നു. അവനൊന്നും അറിയാത്തവനെ പോലെ അവൻ വീട്ടിലേക്ക് വന്നു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ വളരെ കൃത്യമായി പറയും, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു. എന്താണ് കാരണം? ഹാബേൽ, വിശ്വാസിയായ ഹാബേൽ ഈ ഭൂമിയിൽ ജീവിച്ചു വന്നാൽ സ്ത്രീയുടെ സന്തതി അവനിൽ കൂടെ കാണാൻ ജനിച്ചെങ്കിലോ?
അവന് ജീവിക്കാൻ പാടില്ല, അവന് ഈ ഭൂമി ജീവിക്കാൻ പാടില്ല. ദുഷ്ടൻ അവനെ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവര്, എവിടെയെങ്കിലും ഒരു വിശ്വാസിയുണ്ടോ അവനെ കൊല്ലാനാണ് സാത്താൻ്റെ പരിപാടി. ദുഷ്ടനായ പിശാചിന് ശരീരമില്ലെന്ന് നിങ്ങൾക്കറിയാം. അവൻ അസ്ഥിയും മാംസവുമില്ല, അവൻ വെറും ആത്മാവാണ്. അവന് കൊല്ലണമെങ്കിൽ മനുഷ്യനെ കൊല്ലണമെന്നുണ്ട്, പക്ഷെ അവനെ കൊല്ലണമെങ്കിൽ മനുഷ്യനെ കൊണ്ട് സാധിക്കൂ. പക്ഷെ സഹോദര, നീ ഒരു കൊലപാതകിയായി മാറരുത്. നിന്റെ ഹൃദയം സാത്താൻ കടന്നു വന്ന ഒരാളിനെ കൊല്ലുകയുള്ളതാക്കി മാറ്റരുത്. നീ കണക്ക് കൊടുക്കേണ്ടി വരും. മനുഷ്യൻ പറയുന്ന ഇത് നിസ്സാര വാക്കിന് ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വളരെ വ്യക്തമായി അപ്പോസ്തലൻ ഓർപ്പിച്ചു. മനുഷ്യൻ പറയുന്ന ഓരോ നിസ്സാര വാക്കിൽ ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ ഓരോ പ്രവർത്തിക്ക് നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തന്നെ വെറുതെ എവിടില്ല. ലോകം മുഴുവനും കേൾക്ക്, ലോകം മുഴുവനും കാണുക. ന്യായവിസ്താര സഭയിൽ നിന്റെ കുറ്റങ്ങൾ ഓരോന്നും റെക്കോർഡ് ചെയ്തിരിക്കുന്നതിനെ വായിച്ച് കേൾപ്പിക്കും. അന്ന് നിന്നെ കൊളിച്ചോടാൻ സാധ്യമല്ല, കള്ളസാക്ഷി പറയിപ്പിക്കാൻ സാധ്യമല്ല. ന്യായവാദങ്ങൾ ചിലപ്പോൾ വിലപ്പോവുകയില്ല. നമുക്ക് വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. എന്താണ് കയ്യിലുണ്ടായ അനുഭവം? സ്വന്തം സഹോദരനെ കൊന്ന് പ്രതികാരം വീട്ടിയ കയ്യിലുണ്ടായ അനുഭവം എന്താണ്? നിരപരാധിയായ നിഷ്കളങ്കനായ ഹാബേൽ രക്തമാ ഭൂമിയിൽ ചൊരിയിച്ചു. തന്മൂലം കയീൻ ശാപഗ്രസ്തനായി തീർന്നു. ശാപഗ്രസ്തനായ നീ ഇവിടെ നിന്ന് നീ ഈ ഭൂമിയിൽ നിന്ന് നീ ശാപഗ്രസ്തനായി പോകണം. ദൈവം അരുളപ്പാട് കൊടുത്തു. ഈ ഭൂമിയിൽ നിന്ന്, ശാപകരകരമായ ഭൂമിയിൽ നിന്ന്, നിന്റെ സ്വന്തം സഹോദരനായ ഹാബേലിന്റെ രക്തം ചിന്തിയതായി ഈ ഭൂമിയിൽ നിന്ന് നീ ശാപഗ്രസ്തനായി പോകണം. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദാമിൻ്റെയും ഭാര്യയുടെയും മകൻ ശാപഗ്രസ്തനായി അവിടെ നിന്ന് പോകേണ്ടി വന്നു. എന്തൊരു ഭയാനകമായ കാഴ്ച! മാമോരീസ തൊട്ടിയിൽ നിന്ന് സ്നാനസമയത്ത് പ്രാപിച്ചതായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വിട്ട് ഇന്ന് മനുഷ്യൻ ദൂരേക്ക് പോകുന്നു, ശാപഗ്രസ്തനായി പോകുന്നു. എന്താണ് വ്യത്യാസം? കർത്താവിൻ്റെ ഒരു വാസനമായിരിക്കുന്ന സമയത്ത് ഇന്ന് മനുഷ്യൻ ശാപഗ്രസ്തനായി നടക്കുന്നു. അവന് പ്രകടമായ പാപങ്ങളുള്ള അനേകം പേരുണ്ട്, ഹൃദയപാപങ്ങളുള്ള ഒരു ബഹുഭൂരിപക്ഷവും. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയല്ലേ കർത്താവായ യേശു പറഞ്ഞത്? നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിലൂടെ കിടക്കുന്ന അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അതിലൂടെ കിടക്കുന്നവർ ചുരുക്കമത്രേ. താൻ 2-ാമത്തെ വരവിൽ സംഭവിക്കാൻ പോകുന്നത് ആ ചുരുക്കം ചിലരിൽ ഞാൻ പെടുമോ? നിത്യനായ ദൈവം ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവിടെയായി ചെറിയ നേരിയ വെട്ടങ്ങൾ, ബാക്കി മുഴുവൻ അന്ധകാരം. എന്താണ് ഈ പറയുന്നത്? അവിടെയായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ വിശ്വാസി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറയാതിരിക്കാൻ വയ്യ. ഇന്ന് ഇഷ്ടംപോലെ സുവിശേഷങ്ങളുണ്ട്. എവിടെയും സുവിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്. ജീവന്റെ ചലനം എവിടെയുണ്ട്? ആത്മാവിൻ്റെ സ്പർശനം എവിടെയുണ്ട്? മനുഷ്യ ഹൃദയങ്ങളെ മുറിക്കുന്ന ദൈവത്തിൻ്റെ വചനം എവിടെയുണ്ട്? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ? പാപത്തോട് അറപ്പും വെറുപ്പും വരുന്നുണ്ടോ? ആഴമേറിയ സമർപ്പണത്തിലേക്ക് വരുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കണേ എൻ്റെ പ്രിയപ്പെട്ടവർ. ശാപഗ്രസ്തനായി ഇവിടെ ഒന്ന് പോകണം. അവൻ ആ മണ്ണിൽ നിന്ന്, അനുഗ്രഹീതമായ ഭൂമിയിൽ നിന്ന് അവൻ ശാപഗ്രസ്തനായി പോകേണ്ടി വന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിനു പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന്റെ കാലത്ത് ആരാധന തുടങ്ങി. സ്തോത്രം. മറക്കരുത്. എന്നാണ് അതിനർത്ഥം. ആരാധന തുടങ്ങി. ദൈവത്തിൻ്റെ മക്കൾ വിശ്വാസി, ശേത്ത് വിശ്വാസി, കയീൻ അവിശ്വാസി. സ്തോത്രം. അന്ന് വേർതിരിവിടെ ഉണ്ടായി. അവിശ്വാസി
അവൻ ശാപഗ്രസ്തനായി അവൻ മാറി നിന്നു. ശേത്തിന്റെ മക്കളുള്ളവരെ മാറ്റി നിർത്തി. കയീന്റെ മക്കളെ മനുഷ്യന്റെ മക്കളെന്നും ശേത്തിന്റെ മക്കളെ ദൈവത്തിന്റെ മക്കളെന്നും അന്ന് പോലെ വിളിച്ചു പോന്നു. അന്ന് മുതലേ വ്യത്യാസമുണ്ടായിരുന്നു. വേർതിരിവ്, വേർപാട് മറക്കരുത്. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ജാതികളോട് ഇണയല്ലാപ്പണ കൂടരുത്. വ്യക്തമായ വചനമുണ്ട്. ഇന്ന് മുഴുവൻ മെങ്കിളയിൽ ജീവിക്കുകയല്ലേ, യാതൊരു വ്യത്യാസമില്ലാതെ ജീവിക്കുകയല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ വേർപാട് ആചരിച്ചിരുന്നു. ആദ്യകാലം മുതൽ തന്നെ വിവാഹ കാര്യത്തിലും ആ വേർപാട് അന്നേ ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളും മനുഷ്യൻ്റെ മക്കളും ഉണ്ടായത്. വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ തമ്മിൽ വേർപാടുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദാമിന് തക്കതായ ഒരു തുണ വേണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. എന്നാൽ 22-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ തീരുമാനിക്കുക മാത്രമല്ല, ദൈവം അവനിൽ നിന്നൊരു വാരിയെല്ലെടുത്ത സ്ത്രീയാക്കി അവന് മുമ്പിൽ കൊണ്ടുവന്നു. ദൈവം തീരുമാനിച്ചു, ദൈവം ഭാര്യയെ കൊടുത്തു, അവനിൽ നിന്ന് എടുത്തു കൊടുത്തു. അവർ രണ്ടും ഒന്നാണ്. വിശാലമായ അർത്ഥങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനിൽ നിന്ന് തന്നെ അവൻ്റെ ഭാര്യയെ ദൈവം എടുത്തു. വേറെ പുറത്തു നിന്നൊന്നും എടുത്തതല്ല, അവനിൽ എടുത്തു. അത് അവന് കൊടുത്ത ദൈവമാണ്. 23-ാം വാക്യം. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അവിടെ ആദാം എന്താ പറയുന്നത്? ഇവളെ എൻ്റേതാണ്, ഇവളെ എൻ്റെ രക്തത്തിൽ നിന്ന് രക്തവും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ്, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്. ഇവളെ നരകളുടെ എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും. ഹൃദയം കൊണ്ട് തന്നെ ഇവർ ഒന്നായി. ആദാം തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തി, ഒന്നിച്ച് ചേർത്ത് നിന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ 24-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. അവർ ഒന്നായി ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ദൈവം പറയുന്നതാണ്, അവരിരുവരും ഒരു ദേഹമായി തീരും. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായി തീരും. വൺ ഫ്ലഷ്, വൺ മൈൻഡ് ആൻഡ് വൺ സ്പിരിറ്റ്. എത്ര പാവനമായ ബന്ധമാണ് ദൈവം ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ കൊടുത്തത്. അന്നേ ദൈവം വെച്ചൊരു വ്യവസ്ഥയുണ്ട്. ഒരു പുരുഷനൊരു ഭാര്യ, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ്. ദൈവം വെച്ച വ്യവസ്ഥയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അതിന് വിശദീകരണം കൊടുക്കും. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഏദനിൽ കാണുന്നത് നിഴല്, സ്വർഗത്തിൽ കാണാൻ പോകുന്നത് പൊരുൾ. കർത്താവായ യേശുക്രിസ്തു എന്ന ഏകപുരുഷന്റെ നിർമ്മല കന്യകയായി മണവാട്ടി ചേർന്ന് നിൽക്കുമ്പോൾ അതാണ് സാക്ഷാൽ പൊരുള്. അതിൻ്റെ നിഴലാണ് ഈ ഏദൻ തോട്ടത്തിൽ നാം കാണുന്നത്. സ്ത്രീയും പുരുഷനും ഒന്നായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര മനോഹരമായൊരു കാഴ്ചയാണ്. ഇന്നത് കാണാനുണ്ടോ പ്രിയപ്പെട്ടവര്? ഇന്ന് ആ സ്നേഹം എവിടെ? വൺ ഫ്ലഷ്, വൺ മൈൻഡ് ആൻഡ് വൺ സ്പിരിറ്റ്. എത്രയോ തുലവും ചുരുക്കം. അവിടെ മാത്രമേ ശാശ്വതമായ സമാധാനമുള്ളൂ. അവിടെ മാത്രമേ ദൈവം അവിടെ ഇറങ്ങി വരുന്നുള്ളൂ. വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. ജീവിതം തകർന്നുപോയി എന്ന്, ജീവിതത്തിൽ കർത്താവേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് ആർക്കെല്ലാം തോന്നുന്നുണ്ട്? ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇനി മുതലെങ്കിലും എൻ്റെ കർത്താവിനൊരു ആശ്വാസം കൊടുക്കുന്നൊരു മകനായി മകളായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ദൈവസ്ഥയിലേക്ക് വരാം. ദൈവം വചനം തരുമ്പോൾ
ഓരോ വ്യക്തിയെയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തിന് രൂപാന്തരം വരുന്നുണ്ടോ? അതാണ് ദൈവം നോക്കുന്നത്, വേറൊന്നുമല്ല. ദൈവം അനുഗ്രഹങ്ങളെല്ലാം തരും. ഈ ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടതെല്ലാം ദൈവം തരും, സംശയമൊന്നുമില്ല. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. നീ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, അവൻ നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അറിയുന്നവനായ ദൈവം, സ്നേഹവാനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതിക്കൊള്ളും, സംശയിക്കണ്ട. ഇപ്പം നമുക്കൊരു വാക്ക് പറയാം, കർത്താവെ, ജീവിതം തകർത്ത് കളഞ്ഞൊരു മഹാഭാവിയാണ് ഞാൻ. നിന്നെ അറിയാതെ, നിന്നെ ഭയപ്പെടാതെ, നിനക്ക് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം തരാതെ ഇതുവരെയും ജീവിച്ചു പോയവനാണ്. ഞാനിതാ മടങ്ങി വരുന്നു. കർത്താവെ, എന്നെ കൈക്കൊള്ളാമോ? എന്നോട് മനസ്സറിയാമോ? ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, യേശുവിൻ്റെ രക്തം സകലപാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ആ തിരുരക്തത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുന്നു. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. കർത്താവേ, ശത്രുവിന് സകല അവകാശത്തെ ഞങ്ങൾ അറിയിക്കണമേ, ഞങ്ങൾ നിന്റെ സ്വന്തമാക്കി തീർക്കണമേ. തിരുരക്തത്തിൻ്റെ മുദ്ര ഞങ്ങളുടെ മേൽ തെളിച്ചു തരണമേ. ശത്രുവിനെ ഞങ്ങളിന്ന് പലശിച്ചകറ്റണമേ. അധികാരമുള്ള ദൈവത്തിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.